in the name of Jesus Christ of Nazareth. ഈ രാത്രികാലവും നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. I believe tonight you are with an expecting heart that God going to do great things in your life. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്നവർ വളരെ പ്രതീക്ഷയോടെയാണ് വന്നിരിക്കുന്നത്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ. One more time I want to thank God for bringing me here to Kerala to share the word of God. ഒരു പ്രാവശ്യവും കർത്താവിനെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. കർത്താവിനെ കേരളത്തിൽ കൊണ്ടുവന്ന കർത്താവിന്റെ വചനം നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യുവാനിടയാക്കിയതിന്. I was with Pastor Anthony for the first 2 days and I feel so much close to him. ഞാൻ ഈ ആദ്യത്തെ 2 ദിവസം പാസ്റ്റർ ആന്റണിയുടെ കൂടെ തന്നെ ആയിരുന്നു. എനിക്ക് വളരെ അടുത്ത ബന്ധം ഈ 2 ദിവസത്തിനുള്ളിൽ തന്നോട് കൂടെ ആയിരിക്കാനിടയായി. I want to thank God that God has blessed Kerala with a man of God, Pastor Anthony Francis. കേരളത്തിന് ഇതുപോലെ ഒരു അഭിഷിക്തനെ നൽകിയതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. Today young people are disappearing, but God has raised a young man in the state. ഈ കാലഘട്ടത്തിൽ യൗവനക്കാരെ കാണാതിരിക്കുമ്പോൾ യൗവനക്കാരുടെ ഇടയിൽ നിന്ന് ഒരു അഭിഷിക്തനെ ദൈവം പുറത്തിറക്കിയതോർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. I thank God for the organizing team that has working with him, along with him, to have this wonderful meeting. ഈ മീറ്റിംഗിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും എൻ്റെ ഓഫീസ് സ്റ്റാഫ് എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെയും നന്ദി അർപ്പിക്കുന്നു. I know and I believe the fire for the revival going to come. എനിക്കൊരു കാര്യം വിശ്വാസമുണ്ട്, ഉണർവിന്റെ അഗ്നി ഇറങ്ങുവാൻ സമയമായി. You're going to see fire for the revival in your life. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആ ഉണർവിന്റെ അഗ്നി കാണാൻ പോകുകയാ. Our nation will see the true revival coming days. നമ്മുടെ രാജ്യം അത് കാണാൻ പോകുകയാണ്. I thank God and I would like to share a few things about my life. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നു. Before I get into the word, I would like to give a brief introduction about my family. ദൈവത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റി ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യം പറയട്ടെ. I am a 4th generation pastor. ഞാൻ 4ാം തലമുറക്കാരനായ ഒരു ദൈവദാസനാണ് എൻ്റെ കുടുംബത്തിലെ. My grandfather, he was a missionary. എൻ്റെ പൂർവ്വപിതാവ് മുതൽ എൻ്റെ പിതാവ് മുതൽ എല്ലാവരും മിഷണറിമാരായിട്ടാണ് ആയിരിക്കുന്നത്. My grandfather was a missionary for 40 years in Rajasthan. എൻ്റെ പിതാവിൻ്റെയും പിതാവ് 40 വർഷം രാജസ്ഥാനിൽ സുവിശേഷ വേലയിൽ ആയിരിക്കുന്നു. During that time many missionaries from South Kerala went to Rajasthan, pastors like Thomas Matthews. ആ സമയങ്ങളിൽ തോമസ് മാത്യു എന്ന് പറയുന്ന പാസ്റ്റർമാരെ പോലെ അനേകർ സൗത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് അവിടെ എല്ലാം മിഷണറിമാരായിട്ട് കടന്നു വരുവാനിടയായി. My grandfather was the one that hosted them and helped them to pioneer a great work in Rajasthan. എൻ്റെ അച്ഛനാണ് അവിടെ എല്ലാം ഇവരെല്ലാം പുതിയ ഒരു ശുശ്രൂഷയിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ അവരെല്ലാം സഹായമാക്കിയത്. At that time God called my father, his name is Reverend Dr. Benjamin Massey, in the ministry when he was a young man. എൻ്റെ പിതാവിനെയും റെവറൻഡ് ഡോക്ടർ ബെഞ്ചമിൻ മസി തന്റെയും യൗവന കാലത്തിലെ തന്നെയും ശുശ്രൂഷയിലേക്ക് ഇറങ്ങുവാൻ ദൈവം വിളിച്ചു. He was lying on the dead bed at a very young age. തന്റെ യൗവന പ്രായത്തിൽ മരണക്കിടക്കയിൽ തന്നെ ആയിരിക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് തന്നെ ഉയർത്തുവാനിടയായത്. Doctor said for my dad, there is no hope for this young man. You know, only God can do a miracle. ഡോക്ടർമാർ പറഞ്ഞു, ഈ യൗവനക്കാരനിൽ ഒരു പ്രതീക്ഷയുമില്ല, ദൈവത്തിനല്ലാതെ ആർക്കും അത്ഭുതം ചെയ്യുവാൻ കഴിയത്തില്ല. But still the doctor says there is no hope for him. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഒരു ആശയം ഈ വ്യക്തിയിൽ ജീവിതത്തിലില്ല. But when he was just about to be touched by the death, മരണത്തിൽ നിന്ന് തൊട്ട് മുൻപ് God came to this young man and said, that will not prevail over your life. I'm going to heal you, my son. മരണത്തെ കാണുന്ന തൊട്ട് നിമിഷങ്ങൾ മുമ്പ് ദൈവം തന്റെ നടുവിൽ ഇറങ്ങി വന്ന് പറഞ്ഞു, നീ മരണത്തെ കാണുകയില്ല, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്. He walked out of the hospital to his home and said to the people, my God has healed me. മരണക്കിടക്കയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് തന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ തനിക്കിടയായി. The doctor who has said that he will not live, he died, but the man of God is still living. തന്നോട് മരിക്കുമെന്ന് പറഞ്ഞ ഡോക്ടർ മരണത്തിന് അടഞ്ഞു, പക്ഷെ ഇന്നും എൻ്റെ പിതാവ് ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു. That's our God that we serve. ഈയാണ് നമ്മൾ ആശ്രയിക്കുന്ന ദൈവം. He pioneered the ministry all through North India. താൻ നോർത്ത് ഇന്ത്യയുടെ അനേകം ഭാഗങ്ങളിലെല്ലാം ഈ സുവിശേഷ വേലയുമായി കടന്നു ചെല്ലുവാനിടയായി. Raised more than 1000 churches across India. ആയിരക്കണക്കിന് സഭകൾ ആ ഇന്ത്യയുടെ എല്ലാ പല ഭാഗങ്ങളിലായി അവർ താൻ മുഖാന്തരം സ്ഥാപിക്കപ്പെടുവാനിടയായി. When I was 16, I gave my life to Lord Jesus Christ. എനിക്ക് 16 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കുവാനിടയായി. 17 I came in the ministry. 17ാം വയസ്സിൽ ഞാൻ ശുശ്രൂഷകൾ ആരംഭിച്ചു. Now I am 34. ഇപ്പോൾ എനിക്ക് 34 വയസ്സുണ്ട്. I have taken the gospel
gospel of Jesus Christ in 4 continents of this earth. 4 ഭൂഖണ്ഡങ്ങൾ ഇപ്പോൾ തന്നെ 34 വയസ്സായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സുവിശേഷവുമായി ചെല്ലുവാൻ ദൈവം അടിയനെ സഹായിച്ചു. I was nothing but God came to me. ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, പക്ഷേ ദൈവം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. I was a small broken young man, but the Lord came to me. ഞാൻ തകർക്കപ്പെട്ട ഒരു യൗവനക്കാരനായിരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ തേടി വന്നു. And God said to me, will you rise up for my work? അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ എൻ്റെ will വേലയ്ക്ക് you വേണ്ടി? preach my word? എൻ്റെ ദൈവ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ പറ്റുമോ? And I said, yes Lord. ഞാൻ ആ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനിടയായി. And God lifted me up. അങ്ങനെ ദൈവം എന്നെ ഉയർത്തി. And he used my life അങ്ങനെ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. to be a blessing for the nation. അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ I want to tell ഉപയോഗിക്കുന്നു. you, young generation who is sitting here, ഇവിടെ ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, if you have a heart for the Lord, നിനക്ക് ദൈവത്തിന് വേണ്ടി ഒരു ഹൃദയമുണ്ടെങ്കിൽ He's gonna lift you up in this ആ coming days. ദൈവം നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്. You're gonna preach the word of God. ആ ദൈവത്തിന്റെ വചനമായി നീ എഴുന്നേൽക്കുക. And nations gonna come to the Lord. അനേക രാജ്യങ്ങൾ കർത്താവിനെ അറിയുവാൻ പോകുകയാണ്. I got married 5 years back to a beautiful lady from Dubai. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപേ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ എനിക്ക് ലഭിക്കുവാനിടയായി. I have one son. His name is Daniel. ഒരു പൈതലുണ്ട്, അതിന്റെ പേരാണ് ഡാനിയൽ. I have only one sister. She is settled in Sydney, but along with her family she is also serving God. എനിക്കൊരു പെങ്ങളുണ്ട്, താൻ സിഡ്നിയിലായിരിക്കുന്നു. അവിടെയും താൻ ആയിരിക്കുമ്പോൾ തന്നെ അവിടെയും ദൈവവേലയിൽ താൻ വളരെ My mother used to pray out and she used to say, as for me and my family, we're going to serve God. എപ്പോഴും എൻ്റെ പിതാവ് പറയും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുവാനിടയായി. And today every member, even the children, are serving God. അപ്രകാരം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും, ഇവൻ ഞങ്ങളുടെ പൈതങ്ങൾ പോലും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. God will never forsake the prayer of the righteous. നീതിമാന്മാരുടെ പ്രാർത്ഥനയെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. He is a good God and hears your prayer. നല്ലൊരു ദൈവമായി നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. Tonight I prophesy in the name of Jesus. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രവചന ശബ്ദമായി നിങ്ങളോട് പറയട്ടെ, that your household will be lifted by God. കുടുംബം മുഴുവൻ കർത്താവെ ഉയർത്തുവാൻ പോകുന്നു. Your household will be used by God. കുടുംബം മുഴുവൻ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ പോകുന്നു. Come on, somebody say amen. ഉറക്കെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. I said, if you want to see revival, നിങ്ങൾക്ക് ഉണർവിനെ ദർശിക്കണമെങ്കിൽ you have to come back to the roots. നിങ്ങൾ മടങ്ങി കർത്താവിന്റെ അടിസ്ഥാനത്തിലേക്ക് വരേണ്ട വളരെ അത്യാവശ്യമാണ്. And for the revival there is no other route but the word of the living God. ഉണർവിന് വേറൊരു മാധ്യമമില്ല, ഈ ദൈവവചനമല്ലാതെ ഉണർവിന് വേറൊരു മാധ്യമമില്ല. When you come to the word of God gonna ignite you. നിങ്ങൾ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദൈവവചനം നമ്മളെ നടത്തുവാനിടയാകും. Last night I shared about God said to Jeremiah, I am with you. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ സംസാരിക്കുവാനിടെ യെരമ്യാവിനോട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. And God spoke his word upon his life. അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം തന്നോട് അരുളി ചെയ്യുവാനിടയായി. The word of God is all powerful. ദൈവവചനം വളരെ അതിശക്തമായതാണ്. The word of God is indispensable. ഈ ദൈവവചനത്തെ തകർക്കുവാൻ ഒന്നിനും The word of സാധ്യമല്ല. God is unstoppable. ഇതിനെ നിർത്തിക്കളയുവാൻ The word of God is unrevocable. ഇതിനെ പിന്മാറ്റിക്കളയുവാൻ ഈ വചനത്തെ It's ആർക്കും an സാധ്യമല്ല. all sufficient word of God. സർവ്വത്തിനുമൊത്തമായ ദൈവവചനമാണ് നമ്മുടെ കരങ്ങളിലുള്ളത്. There was a time when my mother was getting operated. എന്റെ മാതാവ് ഒരു സമയത്ത് തന്റെ ജീവിതത്തിൽ ഒരു ഓപ്പറേഷനിൽ കടന്നു പോണ്ടി വന്നു. And she was in the hospital and the doctor was doing the operation. താൻ ഹോസ്പിറ്റൽ ബെഡിലായിരിക്കുമ്പോൾ അവിടെ ഡോക്ടർ തന്നെ ഓപ്പറേഷൻ ചെയ്യുവാനിടയായി. An enemy came upon the doctor and the doctor cuts the wrong nerves of my mom. തന്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ അറിയാതെ തെറ്റായിട്ട് ഒരു ഞരമ്പ് മുറിക്കുവാനിടയായി. And she started bleeding. പെട്ടെന്ന് തന്റെ ശരീരത്തിന് അനേകം ബ്ലീഡ് ചെയ്യാൻ ബ്ലഡ് പുറത്തു വരുവാനിടയായി. And she was not able to breathe anymore. തനിക്ക് തന്റെ ശ്വാസം നിലയ്ക്കുവാനിടയായി. The doctor started getting feared. ഡോക്ടർമാർ ഭയപ്പെടുന്നു. She took the last injection and put it in her heart. തന്റെ ഏറ്റവും ഡോക്ടർമാർ അവസാനത്തെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് തന്റെ ഹൃദയത്തിൽ അത് കുത്തുവാനിടയായി. But nothing happened. എന്നിട്ടും ഒന്നും സാധിച്ചില്ല. She died on the operation അവിടെ വെച്ച് തന്നെ തന്റെ ശ്വാസം നിലച്ചു പോകുവാനിടയായി. And the doctor came out running. ഡോക്ടർ പുറത്ത് വളരെ ഭാരപ്പെട്ട് And വരുന്നവരിടയായി. she said, Sharda has gone out of my hands. പറയുവാനിടയായി, എന്റെ കരത്തിൽ നിന്ന് തന്റെ പിതാവ് വേർപെട്ടു പോയി. One of the famous doctor in Nagpur said, she has gone out of my hands. ഏറ്റവും ഫേമസ് ഡോക്ടർ പറഞ്ഞു, താൻ മരിച്ചു കഴിഞ്ഞു.
Death conquered over my അതോ mother. മരണം തന്നെ പിടിച്ചു കഴിഞ്ഞു. Satan conquered over my mother. സാത്താൻ തന്നെ കീഴടക്കി എന്ന് പറഞ്ഞു. But at the time, ആ നിമിഷം she heard a voice. തന്റെ ഹൃദാന That was the word of the living God. ഓ ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുവാനിടയായി. And God said to my mother, ഓ തന്നെ അവിടെ കിടന്ന് നമ്മുടെ മാതാവ് you will not die. നീ മരിക്കത്തില്ല. I give you a life one more ഞാൻ നിനക്ക് ഒരു time. പ്രാവശ്യം കൂടെ ജീവൻ മടക്കി തരും. Rise up, my daughter. ഉയർത്തെഴുന്നേൽക്ക. And the breath came back in her ആ life. നിമിഷം തന്നെ തന്റെ മാതാവ് ശ്വാസത്തിലേക്ക് She ജീവനിലേക്ക് is മടങ്ങി still വന്നു. ഇന്നും alive. ജീവനോട് കൂടി ഇരിക്കുന്നു. That was defeated by the word of God. മരണത്തെ തോൽപ്പിക്കുന്ന ദൈവവചനത്തിന്റെ The ശക്തി. power of the enemy was defeated by the word സാത്താന്റെ of ശക്തിയെ God. തോൽപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി. Tonight I want to share the same word upon your ഇന്ന് life. അതേ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. This morning I shared about Jeremiah. ഇന്ന് പകലിൽ യെരമ്യാവിനെ കുറിച്ച് നമ്മൾ ഷെയർ ചെയ്യുവാൻ ഇടയായി. I am with you and I will make you an iron pillar. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ ഒരു താമര മതിലായി മാറ്റാൻ പോകുന്നു. The vision, the authority, the blessings, force flow from the word of ഓ God. ദർശനവും അധികാരവും എല്ലാം ദൈവവചനത്തിനകത്തുനിന്ന് പ്രാപിക്കുന്നു. This morning I said to the people, ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുവാൻ ഇടയായി. and this night again I am telling ഈ you, രാത്രിയിൽ ഒരിക്കൽ കൂടെ don't look your blessing outside the word of God. നിന്റെ അനുഗ്രഹങ്ങൾ വചനത്തിന് പുറത്തേക്കല്ല നീ അന്വേഷിക്കേണ്ടത്. There is no blessing that in the world can sustain you or make you happy. ഈ ലോകത്തിലുള്ള ഒരു അനുഗ്രഹത്തിന് നിന്നെ നിലനിർത്തുവാനോ നിനക്ക് സന്തോഷം പകർന്നു തരുവാനോ കഴിയത്തില്ല. But the blessings that comes through the word of God give you an everlasting joy. ഈ ദൈവവചനത്തിനകത്തുനിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ മാത്രമേ നിനക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം തരുവാൻ കഴിയത്തുള്ളൂ. It's gonna give you an everlasting joy. ഓ അനന്തകാലത്തിന് സന്തോഷം പകർന്നു തരുന്ന ഒരു കാര്യം. Tonight I'm gonna share about how to get the fire for the revival. ഇന്ന് രാത്രി നമുക്ക് എപ്രകാരമാണ് ഉണർവിന്റെ അഗ്നി നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത് നമുക്ക് ചിന്തിക്കാം. Even though you are alone, but still you can do it. ഓ നീ ഒറ്റയ്ക്കായി ആയിരിക്കുന്നുവെങ്കിലും നിന്നെ കൊണ്ട് ദൈവം സാധിപ്പിക്കും. Let's turn our Bible to the book of Jeremiah. നമുക്കറിയാം എന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ വചനത്തെ തിരിക്കാം. Jeremiah chapter 15, ഇതിന്റെ 15-ാം അധ്യായം. where the whole nation has backslid. അതിനകത്ത് കാണുന്നത് മുഴുവനായിട്ടുള്ള ഇസ്രായേൽ ജനം മുഴുവൻ പിന്തിരിഞ്ഞു പോയി. But Jeremiah kept the fire of God. പക്ഷേ ആ നിമിഷം യെരമ്യാവിനകത്ത് അഗ്നി കത്തിക്കൊണ്ടിരുന്നു. The whole nation has gone into sin. മുഴുവൻ രാജ്യവും പാപത്തിലേക്ക് The കുടിച്ചപ്പോൾ nation is worshipping witchcraft and idol. ഓ മുഴുവൻ രാജ്യവും മന്ത്രവാദവും മറ്റുള്ള കാര്യങ്ങളും ആരാധിച്ചു They കൊണ്ടിരുന്നപ്പോൾ are inquiring the spirit for their future. ഓ മറ്റുള്ള ശക്തികളെ അവരുടെ ഭാവിക്ക് വേണ്ടി Their heart ആശ്രയിച്ചുകൊണ്ടിരുന്നപ്പോൾ is hardened and the spirit is corrupted. അവരുടെ ഹൃദയത്തിനകത്ത് അവരുടെ എല്ലാം വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ They have backslided in their life. അവരുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ They are not serving God but looking to Baal now. ഇപ്പോൾ അവർ ജീവനുള്ള ദൈവത്തെയല്ല ആരാധിക്കുന്നത്, അതിന് പകരം ബാൽ ദേവനെയാണ് അവർ ആരാധിക്കുന്നത്. But when the whole nation was at one side, ആ ഒരു രാജ്യം മുഴുവൻ ഒരു ഭാഗത്തും Jeremiah was on the other side. ഒറ്റയ്ക്കായി യെരമ്യാ പ്രവാചകൻ മറുഭാഗത്ത് He നിൽക്കുന്നു. said, I will not compromise. എന്നിട്ടും യെരമ്യാ പറഞ്ഞു, ഞാൻ ഒരിക്കലും ബാൽ ദേവനെ He said, I will not give up. Hallelujah. ഞാൻ ഒരിക്കലും മടുത്തു പോകത്തില്ല. He said, I will walk on the ways of God. ഓ ഞാൻ ഇനിയും ദൈവത്തിന്റെ പാതയിൽ തന്നെ He ചലിക്കും. said, I'm going to worship God all alone. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഈ ദൈവത്തെ തന്നെ ആരാധിക്കും. He said, if anybody listen or not, I'm going to preach the word of ആര് God. കേട്ടാലും കേട്ടില്ലെങ്കിൽ ഞാൻ ഈ ദൈവവചനത്തെ സംസാരിക്കും. I want to tell you, ഇന്ന് ഞാൻ ഒരു സംസാരിക്കട്ടെ. if God is with you, ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ, and even if you are in a minority, ഓ നീ മൈനോറിറ്റിയിലാണെങ്കിലും വളരെ കുറവുകളാണെങ്കിലും, but still you are majority because God is with you. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. Don't look to the crowd. ഓ നീ വീടിനെ നോക്കി, Don't look to the people. നീ ജനത്തെ നോക്കരുതേ. Keep the fire within yourself. നിന്റെ അകത്തുള്ള അഗ്നി നീ ഇത് കത്തിച്ചു നിർത്തട്ടെ. You're going to see the revival. നീ ഉണർവിനെ കണ്ടു തന്നെയിരിക്കും. You're going to see the dead bull rising up. നീ മരണത്തിൽ കിടക്കുന്ന ഉയർത്തെഴുന്നേൽക്കാൻ. You're going to see the nation coming at the feet of Jesus. നീ കാണും ഈ രാജ്യം യേശുവിന്റെ നാമത്തിൽ മുട്ടുകളെ മടക്കുന്നത് നീ കാണും. God gonna lift you up. ദൈവം നിന്നെ ഉയർത്തും. God said to Jeremiah, ദൈവം യെരമ്യാവിനോട് പറഞ്ഞു, in Jeremiah chapter 15 verse 20, ഓ യെരമ്യാ പ്രവചനം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, I will make you a wall to this people. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമര ഭിത്തിയാക്കി വെക്കും. A fortified wall of bronze. താമര ഭിത്തിയാക്കി വെക്കും.
They will fight against you, അവർ നിന്നോട് യുദ്ധം ചെയ്യും, but will not overcome. ജയിക്കുകയില്ല. I want to tell you, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, enemy will fight against you. നിനക്കെതിരെ ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ, Problems will come in your life. നിനക്കെതിരെ വളരെ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ, You're gonna see challenges, നീ പല വെല്ലുവിളികൾ but നേരിടും. they will not overcome you, പക്ഷേ അതൊരിക്കലും നിന്നെ ജയിക്കത്തില്ല. because you have the word of God upon നിന്റെ you. അകത്ത് ജീവനുള്ള ദൈവത്തിന്റെ You വചനം have a God on your side. നിന്റെ പക്ഷത്തെ ദൈവമുണ്ട്. Flood cannot stop you. ഒരിക്കലും വെള്ളത്തിന് നിന്നെ നിർത്തുവാൻ Plague കഴിയില്ല. cannot defeat ഒരു you. രോഗത്തിന് നിന്നെ തകർക്കുവാൻ കഴിയില്ല. Financial problem cannot make you crippled. ഒരിക്കലും ഒരു സമ്പത്തിന്റെ പ്രയാസങ്ങൾ It നിന്നെ is തകർക്കത്തില്ല. God is with കാരണം you. ദൈവം നിന്നോട് കൂടെയുണ്ട്. You will overcome in the end. അതിനെല്ലാം ജയിക്കും. You will be victorious in the end. നീയെല്ലാം അതിനെ ജയിച്ചിരിക്കും. You will see the power of God. ഇതിനകത്തെല്ലാം ദൈവത്തിന്റെ ശക്തി Your ഉണ്ട്. face will shine. നിന്റെ മുഖം പ്രകാശിക്കും. You're gonna say, the Lord has lifted me നീ up. പറയും, ദൈവം എന്നെ ഉയർത്തി. Give glory to God. ദൈവത്തിന് മഹത്വം കരയറ്റിക്കാട്ട്. For I am with you. കാരണം ഞാൻ നിന്നോട് For കൂടെയുണ്ട്. I am with you. കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. For I am with കാരണം you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. We are in the 21st century. നമ്മൾ 21ാം നൂറ്റാണ്ടിലായിരിക്കുമ്പോൾ, There are more people getting discouraged. ഈ 21ാം നൂറ്റാണ്ടിലും There are അനേകം more people getting നിരാശയിലായിരുന്നു. depressed in their life. അനേകരും ദുഃഖത്തിൽ ആഴ്ന്നു There are പോകുന്നു. more people committing suicide. ഈ വർഷങ്ങളിലും അനേകം പേർ ആത്മഹത്യയിലേക്ക് But നയിക്കപ്പെടുന്നു. at this time, the Lord is saying to the people, ഈ സമയത്തും ദൈവത്തിന്റെ വചനം worry not, നീ ഭാരപ്പെടരുത്. fear not, നീ ഭയപ്പെടരുത്. I am with കാരണം you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. Emmanuel, God is with us. ഇമ്മാനുവേൽ ആയിരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. Hallelujah to the Lamb of ഹല്ലേലൂയ. God. I will rescue you. ഞാൻ നിന്നെ രക്ഷിക്കും. I will save you. ഞാൻ നിന്നെ വിടുവിക്കും. If you're going to look to the chapter, ഈ അധ്യായം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ, the sins of the people have made the heart of God harden. അതിനകത്ത് കാണുവാൻ കഴിയുന്നു ദൈവജനത്തിന്റെ പാപം ദൈവത്തെ വളരെ If you're ദുഃഖിപ്പിക്കുവാനിടയായി. going to read verse 1, 2 and 3, God is saying, even if Samuel and Moses gonna come, still I will not hear this prayer. 15-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ശമൂവേലോ മോശയോ എഴുന്നേറ്റാൽ പോലും ഞാൻ ഈ ജനത്തോട് ക്ഷമിക്കുകയില്ല. No matter who prays, now I've decided the judgment gonna come. ആരൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ന്യായവിധി നിന്റെ മേൽ വന്നിരിക്കുമെന്ന് ആ വചനത്തിൽ ദൈവം പറയുന്നു. Because of Manasseh, the sin of this nation has come up to me. കാരണം മനസ്സ് വാഴുന്ന രാജ്യം മുഴുവൻ പാപത്തിലാണ്ടിരിക്കുന്നു. Sin quench the fire. പാപം അഗ്നിയെ കെടുത്തുന്നു. Oh, because of sin, you can't see fire. പാപം ചെയ്യുമ്പോൾ അഗ്നിയെ കാണുവാൻ കഴിയുന്നില്ല. And the nation of God has lost the fire. അപ്രകാരം ഈ ദേശം, ഈ രാജ്യം ദൈവത്തിന്റെ അഗ്നി നഷ്ടപ്പെടുത്തി. Because Manasseh has done great sin against the Lord. കാരണം മനസ്സെ അനേകം പാപങ്ങൾ യഹോവയ്ക്കെതിരെ ചെയ്യുവാനിടയായി. Tonight, ask for the blood of Jesus. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രക്തത്തെ നമ്മൾ ചോദിക്കട്ടെ. He's gonna wash your sin. അത് നമ്മുടെ പാപങ്ങളെ He's കഴുകട്ടെ. gonna clean you and make you righteous. അത് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ He's നീതീകരിക്കട്ടെ. gonna make you a royal priesthood and holy nation. അത് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കട്ടെ. Manasseh has brought this nation down into idol worship. മനസ്സെ ഈ രാജ്യത്തെ മുഴുവൻ അന്യ ദേവതമാരെ വർഷിപ്പിക്കുന്നതിന് കാരണമായി. They have built the altars for Baal and they started worshiping. ബാലിന്റെ അനേകം വേദിപീഠങ്ങളെ പണിയുവാനിടയായി. They started worshiping the queen of heaven. ഈ ആകാശ മണ്ഡലങ്ങളെ രാജ്ഞിക്ക് വേണ്ടി രാജ്ഞികളെ They are പ്രാർത്ഥിക്കുവാനിടയായി. pulling down the altars of God and making different altars. ദൈവത്തിന്റെ യാഗപീഠങ്ങളെ മാറ്റിക്കളഞ്ഞ് മറ്റ് യാഗപീഠങ്ങൾ പണിയുവാനിടയായി. They are putting their children up to the altars and killing them alive. അവരുടെ തന്നെ മക്കളെ യാഗം കഴിക്കുന്ന അവസ്ഥയിലേക്ക് അവർ They മാറുവാനിടയായി. are practicing idol worship and witchcraft. അവര് മന്ത്രവാദങ്ങളും മറ്റ് പൂജാഗിരികളും ചെയ്യുവാനിടയായി. God sent his prophet to this king and said, repent. ഈ രാജാവിന്റെ അടുത്തേക്ക് പ്രവാചകനെ അയച്ച് ദൈവം പറഞ്ഞു, മാനസാന്തരപ്പെടുക. Hosea went to Manasseh. മനശ്ശയുടെ അടുത്ത് പോയി പറയുവാനിടയായി. Joel the prophet went to Manasseh. യോവേല് പോയി പറയുവാനിടയായി. Nahum went to Manasseh. നഹൂം പ്രവാചകൻ മനശ്ശയെ Habakkuk went to Manasseh. എല്ലാവരും മനശ്ശയുടെ അടുത്ത് പോയി Isaiah പറഞ്ഞു. warned Manasseh. അശ്ശയ പ്രവാചകൻ മനശ്ശയുടെ അടുത്ത് But പോയി. his heart was so much hardened. ഇതെല്ലാം പ്രവാചകന്മാർ ചെന്നിട്ട് മനശ്ശയുടെ ഹൃദയം He കഠിനപ്പെട്ടു. never turned to the revival. താൻ ഒരിക്കലും ഉണർവിന്റെ നടുവിലേക്ക് He never തിരിഞ്ഞില്ല. turned to the fire of God. താൻ ഒരിക്കലും യഹോവയുടെ നേരെ തിരിഞ്ഞില്ല. Tonight I want to ask you, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, is your heart hardened? നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടോ?
Ask for the Holy Spirit to come. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് He will soften your heart. ഹൃദയം നമ്മളെ തണുപ്പിക്കും. And the fire of God gonna come within you. അപ്രകാരം നിങ്ങളുടെ അകത്ത് കർത്താവിന്റെ അഗ്നി പകരും. And the power of God gonna come upon you. അത് നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ശക്തിയെ പകരും. And you will run, but you will never be weary. അങ്ങനെ നിങ്ങൾ ഓടും, നിങ്ങൾ ഒരിക്കലും തളരില്ല. You will walk and not faint. നടക്കും, പക്ഷേ ക്ഷീണിക്കത്തില്ല. You will have a greater life for the glory of God. ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുന്നു. ഓടുവാൻ The enemy will come in one direction, but they will flee in 7 directions. ഒരു ഭാഗത്തായി നിങ്ങൾക്കെതിരെ വരും, 7 ഭാഗമായി ഓടിപ്പോകുവാൻ. Why? Because the word of God is in your heart. കാരണം ദൈവവചനം നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നു. The whole nation have ആ backslided. മുഴുവൻ രാജ്യവും ദൈവത്തിൽ നിന്ന് But there was പിന്മാറിപ്പോകുവാനിടയായി. only one man. ഒറ്റൊരു വ്യക്തി, His name Jeremiah. ആ വ്യക്തിയുടെ പേരാണ് യെരമ്യാവ്. God is speaking to him ദൈവമായ യെരമ്യാവിനോട് and സംസാരിക്കുന്നു. saying, Jeremiah, you have kept the fire. ഓ ദൈവമേ, യെരമ്യാവിനോട് പറഞ്ഞു, യെരമ്യാവേ, നീ അഗ്നി സൂക്ഷിക്കുവാനിടയായി. The first way to keep the fire within your life. ഒന്നാമത്തെ കാര്യം എപ്രകാരമാണ് നമ്മുടെ അകത്ത് അഗ്നി സൂക്ഷിക്കുവാൻ കഴിയുന്നത്? It is in verse 16. അത് 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. And the word says like this. അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. The word of the Lord came to me. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. And I ate the word of God. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. Church, we are in a season where we have to eat the word of God. ഓ ഈ സീസണിൽ നമ്മൾ ഈ ദൈവവചനത്തെ കണ്ടെത്തി ഭക്ഷിക്കേണ്ടതായിട്ടായിരിക്കുന്നു. This is not the time to be on the liquid milk. ഓ ഇത് വെറും നമ്മൾ പാലിൽ കഴിയേണ്ടവരല്ല, This സമയമല്ല. is the time to get the solid out of the word of God. കട്ടിയുള്ള Hallelujah. ഭക്ഷണം ദൈവവചനത്തിനകത്തു നമ്മൾ Let there be സ്വീകരിക്കേണ്ടതാണ്. more maturity coming out of the word in your life. ഓ ഇതിനകത്തു നിന്നാണ് നമ്മുടെ അകത്തു ജീവൻ പുറത്തു വരുന്നത്. Let there be a greater power and its glory coming out of the word in your life. ഓ ഈ ദൈവ ജീവവചനത്തിൽ നിന്നാണ് നമ്മുടെ അകത്തു നിന്ന് അതിശക്തമായ ശക്തി God, പുറപ്പെടുന്നത്. Jeremiah said, I started eating the word of യെരമ്യാവ് God പറഞ്ഞു, ഞാൻ ആ ദൈവവചനം ഭക്ഷിക്കുവാനിടയായി. because this Bible is for me. ഓ കാരണം ഈ വചനം എന്റേതാണ്. These 66 books are the promise of the living God to ഈ me. 66 പുസ്തകം എന്റെ ദൈവത്തിന്റെ The വാഗ്ദത്തമാണ്. word says, I have engraved you in the palm of my ഓ hands. ഇത് വചനം പറയുന്നു, ഞാൻ എന്റെ ഉള്ളംകരത്തിൽ നിന്നെ This Bible വരച്ചിരിക്കുന്നു. says, I will never leave you nor forsake ഈ you. വചനം പറയുന്നു, ഞാൻ നിന്നെ കൈവരത്തിലുമല്ല ഉപേക്ഷിക്കത്തില്ല. This Bible says, nothing can separate me from the love of ഈ വചനം God. പറയുന്നു, ദൈവവചനത്തിൽ നിന്നെ പിന്തിരിക്കുവാൻ This ആർക്കും Bible says, കഴിയത്തില്ല. 1,000 may fall at your side and 10,000, nothing gonna harm. Hallelujah. ദൈവവചനം പറയുന്നു, ആയിരങ്ങൾ നിന്റെ ഇടത്തും 10,000 മുമ്പിൽ വീണാലും നീ The തകർന്നു word പോകത്തില്ല. says, even though you walk through the valley, you shall fear no evil. വചനം പറയുന്നു, നീ ദുഃഖത്തിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും നീ ഭയപ്പെടുകയില്ല. This is just not a book, but it says, when I go through the fire, I will not be burned. Hallelujah. ഇത് വെറും ഒരു പുസ്തകമല്ല. ഈ വചനം പറയുന്നു, ഈ അഗ്നിയിൽ കൂടെ കടന്നാലും അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. These 66 books are the love letter from my Father to me. ഈ 66 പുസ്തകം ദൈവത്തിന്റെ പ്രേമ ലേഖനമാണ് നമുക്കുള്ളത്. He says, I will sustain you. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ He നിലനിർത്തും. says, I will provide for you. ഞാൻ നിനക്ക് സകലതും He says, I will തരും. deliver you. ഞാൻ നിന്നെ He വിടുവിക്കും. says, I will honor ഞാൻ you. നിന്നെ മാനിക്കും. He says, I will uplift ഞാൻ you. നിന്നെ ഉയർത്തും. He says, when you will be old, ഓ, നീ I will വാർദ്ധക്യമായാലും carry you in my arms. നിന്റെ വാർദ്ധക്യ സമയത്ത് ഞാൻ നിന്റെ This ഉള്ളംകരത്തിൽ is the word വഹിക്കും. of God. ഇത് ദൈവവചനമാണ്. A song in the midst of storm. ഓ, എല്ലാ പാട്ടുകളുടെ നടുവിലും, Light in the time of darkness. ഓ, അന്ധകാരത്തിന് നടുവിലും, This is the word ഇതാണ് that's ദൈവവചനം. going to destroy my എന്റെ enemy. ശത്രുക്കളെ താർക്കുന്ന This is ശക്തി. the word ഇതാണ് വചനം. that's going to bring healing in my എന്റെ ജീവിതത്തിൽ life. സൗഖ്യം തരുന്ന This വചനം. is my joy. ഇതാണ് എന്റെ This is സന്തോഷം. my ഇതാണ് strength. എന്റെ ബലം. This is my shield. ഇതാണ് എന്റെ പരിചയം. This is my peace. ഇതാണ് എന്റെ This is my സമാധാനം. prosperity. ഇതാണ് എന്റെ അനുഗ്രഹം. This is my portion. ഇതാണ് എന്റെ This സമ്പത്ത്. is my future. ഇതാണ് എന്റെ This ഭാവി. is my light. ഇതാണ് എന്റെ This ജീവിതം. is my salvation. ഇതാണ് എന്റെ രക്ഷ. I stand on the word of the living God. ഞാൻ ഈ ദൈവവചനത്തിൽ നിലനിൽക്കും. Jeremiah said, യിരെമ്യാവ് പറഞ്ഞു, I will eat the word of God. ഞാൻ ഈ ദൈവവചനം ഭക്ഷിക്കും. I'm going to eat the word of God. ഞാൻ ഈ ദൈവവചനം ഭക്ഷിക്കും. I will not sit alone and live in my discouragement. ഓ, ഞാൻ എന്റെ നിരാശയിൽ വെറുതെ I will not കുത്തിയിരിക്കത്തില്ല. allow the enemy to sit on my mind. ഓ, ഞാൻ എന്റെ ശത്രു എന്റെ മനസ്സിലിരിക്കുവാൻ But I'm going to സമ്മതിക്കത്തില്ല. meditate on the word of God. ഓ, ഞാൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കും. I will say, ഞാൻ പറയും, He has a plan for me. ഓ, എന്റെ ദൈവം, He has a purpose for me. എന്റെ ദൈവത്തിന് ലക്ഷ്യമുണ്ട്. Because heaven and earth will fade, ആകാശവും ഭൂമിയും but the മാറിപ്പോയാലും word of God gonna stand ഈ forever. ദൈവവചനം നിലനിൽക്കും.
നിൽക്കൂ. It is a place where God gonna take his hand in your life. ഇപ്രകാരം ദൈവം എന്നെ കരത്തിൽ പിടിച്ചു And he നടത്തും. gonna lift you up for his എന്നെ glory. ഉയർത്തും ദൈവമഹത്വത്തിന് Come വേണ്ടി. on, somebody give glory to God. ഉറക്കെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. Come on, somebody give glory to ഉറക്കെ God. കർത്താവിനെ സ്തുതിച്ചാട്ടെ. Come on, somebody give glory to God. കർത്താവിനെ സ്തുതിച്ചാട്ടെ. If you want revival, നിനക്ക് ഉണർവ് if you want fire, അഗ്നിയെ കൊതിക്കുന്നുവെങ്കിൽ lift up the word. വചനം ഉയർത്തുക. Come to the word. വചനത്തിലേക്ക് മടങ്ങി വരിക. Meditate on the word. നിൽക്കുക. If you want to be successful, ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നു. meditate on the ഈ word. വചനത്തിൽ നീ നിൽക്കുക. You're gonna be ഓ നീ അനുഗ്രഹിക്കും. blessed by the presence of God. ഈ ദൈവ സാന്നിധ്യം കൊണ്ട് നീ A അനുഗ്രഹിക്കപ്പെടും. great man of God, D.L. Moody said, D.L. മൂഡി ദൈവത്തിന്റെ അഭിഷേകത്തിന് പ്രകാരം പറയുവാനിടയായി. Bible would keep you away from sin, വചനം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും. and sin will keep you away from Bible. പക്ഷെ പാപം നിന്നെ വചനത്തിൽ നിന്നും അകറ്റി നിർത്തും. Bible will keep you away from sin. വചനം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും. Sin will keep you away from Bible. പാപം നിന്നെ വചനത്തിൽ നിന്നും അകറ്റി നിർത്തും. Where is your life today? ഇന്ന് നമ്മുടെ ജീവിതം എവിടാണ്? The psalmist in Psalm 119, സങ്കീർത്തനം 119 പ്രകാരം he പറയുന്നു. is pouring out the love of God. ഓ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ He പകരുന്നു. is pouring out the love for the word of God. ദൈവം ദൈവവചനത്തിന് വേണ്ടിയുള്ള ആഴമേറിയ സ്നേഹം നമ്മളിൽ പകരുന്നു. And he is saying in Psalm 119 like this, ഓ അങ്ങനെ സങ്കീർത്തനം 119 the പ്രകാരം word of പറയുന്നു. God, ദൈവവചനം it cleanses me, അതെന്നെ ശുദ്ധീകരിക്കുന്നു. it quickens me, അതെന്നെ ഉയർത്തുന്നു. it strengthens ഓ me, അതെന്നെ it ബലപ്പെടുത്തുന്നു. establishes me, അതെന്നെ പണിയുന്നു. it defends me, അതെനിക്കെതിരെ it നിൽക്കുന്നു. comforts me, അതെനിക്ക് ആശ്വാസം it തരുന്നു. instructs me, അതെനിക്ക് മുഴുകി it നിൽക്കുന്നു. enlightens me, അതെന്നെ പൂർണ്ണമായി it gives me എഴുന്നേൽപ്പിക്കുന്നു. hope, അതെനിക്ക് ആശ it തരുന്നു. upholds me, അതെന്നെ ഉയർത്തി it നിർത്തുന്നു. gives me peace, അതെനിക്ക് സമാധാനം it നൽകി delivers തരുന്നു. me. അതെന്നെ വിടുവിക്കുന്നു. Word of God, ദൈവവചനം. word of God ദൈവവചനം. gives me victory അതെനിക്ക് വിജയം തരുന്നു. beyond my imagination. എൻ്റെ എല്ലാ ചിന്തകൾക്കും Church, സഭയെ, people of God, ദൈവവൈതങ്ങളെ, lift up the ഈ word, ദൈവവചനം ഉയർത്തപ്പെടുക. speak out the ഈ word, ദൈവവചനം സംസാരിച്ചാട്ടെ. victory will be yours, ഇതിനകത്ത് ദൈവവചനം power will be yours, ശക്തി നിന്റേത്. you will walk into the land of revival. നീ അഭിഷേകത്തിൽ ഉണർവിന്റെ നദിയിലേക്ക് Come on, കടന്നു somebody വരുവാനാകും. say glory to God. ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ട്. Come on, somebody say glory to God. ദൈവത്തിന് സ്തുതിച്ചാട്ട്. The Bible says, ദൈവവചനം പറയുന്നു, in the beginning ആദിയിൽ was the word. വചനമുണ്ടായിരുന്നു. I say, in the beginning ഞങ്ങൾ പറയുന്നു, ആദിയിൽ was the word. വചനമുണ്ടായിരുന്നു. In the beginning ആദിയിൽ was the word. വചനമുണ്ടായിരുന്നു. Let your life start with the word of നിന്റെ God. ജീവിതം വചനത്തിൽ ആരംഭിക്കട്ടെ. Don't start with the world. ഓ ലോകത്തിലല്ല നിന്റെ ജീവിതം Don't start ആരംഭിക്കട്ടെ. with the Facebook and rest of the gadget. ഫേസ്ബുക്കോ മറ്റുള്ള വാട്സാപ്പിലോ അല്ല നിന്റെ ജീവിതം ആരംഭിക്കട്ടെ. Start with the word of പക്ഷെ God. വചനത്തിൽ നിന്റെ ജീവിതം When the ആരംഭിക്കട്ടെ. whole nation gonna backslide, ഓ നിന്റെ മുഴുവൻ രാജ്യവും പിന്മാറിപ്പോയാലും you're gonna walk in power. അന്നേരം നീ ശക്തിയിൽ മുമ്പോട്ട് You're നടക്കും. gonna walk in fire. അന്നേരം നീ അഗ്നിയിൽ ചലിക്കുവാനിടയാകും. And you're gonna say, I know the one that knows ഓ tomorrow. നീ പ്രകാരം പറയും, എനിക്ക് നാളെ നടത്തുന്നത് I know the one who holds the future. പ്രകാരം പറയും, എന്റെ ഭാവിയെ കരുതുന്നവൻ എനിക്കറിയാം. When the whole world will be hiding from Goliath, ഓ എല്ലാ ലോകത്തിലുള്ള സകലരും ഓ ഗോലിയാത്തിനെ ഭയന്ന് മാറി you're നിൽക്കുമ്പോൾ gonna come out and you're gonna say, my God will give you in my hand. നീ പക്ഷെ പുറത്തിറങ്ങി പറയും, എനിക്ക് ദൈവത്തിന്റെ കരം പിടിച്ച് ഞാൻ Because you have the word of God in your കാരണം നീ life. ദൈവവചനമായി നിൽക്കുന്നു. The second thing he said, രണ്ടാമത്തെ കാര്യം പ്രകാരം പറഞ്ഞു, I bear, ഞാൻ ദൈവത്തിന്റെ നാമം നിൽക്കുന്നു. I bear the name of God. ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നിൽക്കുന്നു. Where people have forgotten the name of God. മറ്റു ജനങ്ങൾ മുഴുവൻ യഹോവയുടെ നാമത്തെ മറന്നു കളഞ്ഞപ്പോൾ, Where people now their lips are being corrupted and they are taking other God and goddess. ഓ ജനം മുഴുവൻ ഈ ദൈവത്തിൽ സത്യദൈവത്തിൽ പിന്മാറി മറ്റുള്ള ദേവദേവന്മാരെ പുറകെ പോയപ്പോൾ, Where people are not worshiping and exalting his holy name. ഓ ഈ വിശുദ്ധ ദൈവത്തെ നാമത്തെ ഉയർത്തുന്നതിന് പകരമായി Jeremiah said, wherever I will go, I will bear the name of God. അന്നേരം യെരമ്യാവ് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എവിടെ ആയിരുന്നാലും ഈ യഹോവയുടെ നാമത്തെ കൊണ്ട് തന്നെ നിലനിൽക്കും. Wherever I go, I'm gonna say Jesus, hallelujah. എവിടെ ആയിരുന്നാലും ഞാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ നിലനിൽക്കും. Wherever I will go, I will say Jesus is the Lord of my life. എവിടെ പോയാലും ഞാൻ ധൈര്യത്തോടെ പറയും, യേശു എന്റെ ജീവിതത്തിന്റെ Jesus കർത്താവാണ്. is the King of my life. ഓ യേശു എന്റെ ജീവിതത്തിന്റെ രാജാവാണ്. Jesus is the Savior of my life. യേശു എന്റെ ജീവിതത്തിന്റെ രക്ഷകനാണ്.
Church, I want to tell you, സഭയെ എനിക്ക് നിങ്ങളോട് when you go to your office, നിങ്ങളുടെ ഓഫീസിലേക്ക് when you go to your working places, when you are going to your friends and relatives, bear the name of God, carry the name of Jesus. Say, Jesus is my hero. Let your life be filled with one word. Let your life be filled with one name. And it's the name of Jesus. It's the name of Jesus. Sing it out, hallelujah. Sing it out, hallelujah. Sing it out, hallelujah. My son is just 3.5 years of age. എന്റെ മകൻ 3.5 വയസ്സ് പ്രായമായിരിക്കുന്നു. And when I and my son goes in the market, ഞാനും എന്റെ പൈതലും കൂടെ മാർക്കറ്റിൽ പോകുമ്പോൾ we go and sing the name of Jesus. ഞങ്ങൾ എല്ലായിടത്തും യേശുവിന്റെ നാമത്തെ പാടും. And we say, Jesus is our Lord. ഞങ്ങൾ എല്ലായിടത്തും പാടും, യേശു എന്റെ And കർത്താവാണ്. my son says, Jesus is my Lord. എന്റെ മകനും പറയും, യേശു എന്റെ കർത്താവാണ്. It does not matter, people faces are turning anger. ഓ മറ്റുള്ളവർ ഞങ്ങളെ നോക്കുന്നത് ഞങ്ങൾക്ക് വിഷയമല്ല. They are not liking what we are saying. മറ്റുള്ളവർക്ക് ഞങ്ങളെ കണ്ടിട്ട് ഇതൊന്നും കാണിക്കാൻ But ഇഷ്ടപ്പെടുന്നില്ല. when you are saying the name of Jesus, പക്ഷേ നിന്റെ നാമത്തിൽ നിന്ന് യേശുവിനെ ഉയർത്തുമ്പോൾ the hell trembles and the work of the enemy is destroyed. ഓ സാത്താനും അവന്റെ ശക്തികളും ഭയന്നോടുവാനിടയാകും. When you get up out of your bed, hallelujah. നീ നിന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ If you want a great day, നിനക്ക് അനുഗ്രഹിക്കേണ്ട ഒരു ദിവസം when you get up out of your bed, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ say Jesus Christ, hallelujah. യേശുവിന്റെ നാമത്തെ Say ഉയർത്തി Jesus Christ, യേശുവിന്റെ hallelujah. നാമം പറഞ്ഞെഴുന്നേൽക്കുക. When you start your day to your job, to your profession, നിന്റെ ജോലിയിൽ നീ പോകുന്നതിന് മുമ്പേ cry out and say Jesus Christ നീ is the പറ, Lord. യേശുവിന്റെ നാമം ഉയർത്തി പോ. It's just not when you see the sickness. നീ രോഗത്തെ കാണുമ്പോൾ മാത്രമല്ല, It's just not when you see the problem. നീ പ്രശ്നങ്ങൾ നിനക്കെതിരെ വരുമ്പോൾ It's just മാത്രമല്ല, not when you have when you need something. നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമല്ല, At that time we say Jesus. അന്നേരമല്ല യേശുവേ എന്ന് No, വിളിക്കേണ്ടത്. let അല്ല, it no. അല്ല. Let him be the Lord. ഓ, ആ കർത്താവായി And your മാറട്ടെ. song അത് കർത്താവായി for മാറട്ടെ. everything. എല്ലാറ്റിലും Lift up the name of Jesus. യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. This man said, ഈ വ്യക്തി പറഞ്ഞു, when I will bear the name of God, ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തെ I will വഹിക്കുന്നവനാണ്. walk in fire. ഓ അങ്ങനെ ഞാൻ ഈ അഗ്നിയിൽ നടക്കുവാനിടയാ. I want to encourage you tonight. ഈ രാത്രി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. Before you go to your bed, നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പേ say 100 times, 100 പ്രാവശ്യമെങ്കിലും Jesus, യേശുവേ, Jesus, യേശുവേ, Yeshua, യേശുവേ, Yeshua, യേശുവേ, Yeshua, യേശുവേ, Yeshua, യേശുവേ, Yeshua, യേശുവേ, Yeshua. യേശുവേ. When you're going to do it, ഓ നീ അങ്ങനെ സംസാരിക്കുമ്പോൾ your bedroom gonna shake with the power of നിന്റെ God. കിടക്ക പോലും കുലുങ്ങുവാനിടയാം Your house gonna ദൈവശക്തിയായി. shake with the power നിന്റെ of ഭവനം God. പോലും കുലുങ്ങുവാനിടയാം Because Bible ദൈവശക്തിയായി. says at the name of Jesus, കാരണം വചനം പറയുന്നു യേശുവിന്റെ നാമത്തിൽ, only at the name of Jesus, യേശുവിന്റെ നാമത്തിൽ മാത്രം, only by the name of Jesus, യേശുവിന്റെ നാമത്തിൽ മാത്രം every knee will എല്ലാ bow, മുഴങ്ങാലും every മടങ്ങും. tongue will എല്ലാ confess, നാവും Jesus is the Lord. കർത്താവ് ഏറ്റു പറയും. Jesus is the Lord. കർത്താവ് ഏറ്റു പറയൂ. Come on, somebody give glory to God. ഓ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്. I still remember I was praying, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു and കൊണ്ടിരിക്കുമ്പോൾ one of the strong personality of that city came to my room, ഓ ആ പട്ടണത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു വ്യക്തി എന്റെ ഭവനത്തിൽ വരുവാനിടയായി. and the principality lifted me from my back. ഓ അന്ധകാര ശക്തി എന്റെ അടുത്ത് വന്നിട്ട് എന്നെ പിടിച്ച് എന്റെ കിടക്കയിൽ ഉയർത്തുവാനിടയായി. And I was been lifted in the air, ഓ എന്നെ ആ പൈശാചിക ശക്തി ആ എയർ തന്നെ ആകാശത്തിൽ ഉയർത്തുവാനിടയായി. and I was able to see what's the spiritual warfare is going on. ഓ കാണുവാനിടയായി ആത്മമണ്ഡലത്തിൽ വലിയ യുദ്ധങ്ങൾ നടക്കുന്നു. And I started fighting with this person. ഓ ഞാൻ ആ പൈശാചിക ശക്തിയുമായി യുദ്ധം ചെയ്യാൻ I ആരംഭിക്കാനിടയായി. started pushing my hands and my leg, ഓ ഞാൻ എന്റെ കരങ്ങളെയും കാലുകളെയും ഇളക്കുവാനിടയായി. but nothing happened. പക്ഷെ ഒന്നും നടന്നില്ല. But at that time, പക്ഷെ ആ സമയത്ത് I opened my mouth, ഞാൻ നാവെ തുറന്നു. and I said only one name, ഞാൻ ഒരൊറ്റ നാമമേ പറഞ്ഞുള്ളൂ. and I said only one name, ഞാൻ ഒരൊറ്റ നാമമേ and പറഞ്ഞുള്ളൂ. I said only one name, ഞാൻ ഒരൊറ്റ നാമമേ and it പറഞ്ഞുള്ളൂ. was the name of Jesus. അത് യേശുവിന്റെ നാമമാണ്. And as soon as I said ഞാൻ ആ നാമത്തെ പറഞ്ഞപ്പോൾ Jesus, തന്നെ, യേശുവേ എന്ന് വിളിച്ചപ്പോൾ തന്നെ the demon, the principality moved ആ back. പൈശാചിക ശക്തി പിന്മാറുവാനിടയായി. It went and fall on the ground. ഞാൻ നോക്കിയപ്പോൾ ആ നാം പറഞ്ഞപ്പോൾ തന്നെ പൈശാച് തെറിച്ചു പോയി.
And he screamed and he said, please don't say Jesus. It is his name that is above all names. But I said Jesus. And the principality was killed at the time. There is power in the name of Jesus. Carry the name of Jesus. Lift the name of Jesus. Praise the name of Jesus. You're gonna see greater things. You're gonna see bigger things. You will not be dependent. You will receive power from above. At the name of Jesus, things gonna happen. Come on, let's offer a clap offering to the Lord. Come on, let's offer a clap offering to the Lord. Come on, somebody say Jesus. Come on, somebody say Jesus. Are you ready tonight to say 7 times Jesus? You're going to see the power right now. The sickness will leave you. Chains will be broken. Poverty will be defeated. Your business will be prosperous. Your children will be saved. Are you ready? People who are watching me, are you ready? Come on, say Jesus. 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 Heavens are open right now. Angels are walking in this place. You are walking in the season of miracles. Supernatural things are happening. Supernatural breakthroughs are coming. Glory to God. Oh, Jesus' name. He said, now I ate the word of God. I'm carrying the name of God. Now he's saying, can you give me a chair, please? And now he's saying, I sat alone. My friend, can you read the same verse, please? 16. Yeah. 16 വാക്യം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കളുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നുല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. Now Jeremiah is saying, ഇപ്പോൾ യെരമ്യാവ് പറയുന്നു, I'm gonna go on a greater level. I'm gonna go on a greater level. ഞാൻ ഒരു അടുത്ത തലത്തിലേക്ക് കടന്നു പോകുന്നു. Jeremiah said, യെരമ്യാവ് പറഞ്ഞു, I sat alone. ഞാൻ തനിച്ചിരുന്നു. I sat alone. ഞാൻ തനിച്ചിരുന്നു. In the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ In the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ In the തനിച്ചിരുന്നു. presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ തനിച്ചിരുന്നു. I'm not here running here and there. ഞാൻ അവിടെ ഇവിടെ ഓടി നടക്കുകയല്ല. I'm not busy in the worldly things. ഞാൻ ലോകപരമായ കാര്യങ്ങളിൽ തിരക്കുള്ളവനല്ല. I'm not running to the hospitals. ഞാൻ ഹോസ്പിറ്റലുകളിൽ ഓടി നടക്കുകയല്ല. I'm not running for my businesses. ഞാൻ എൻ്റെ ബിസിനസ്സിൽ മാത്രം ഓടി I നടക്കുകയല്ല. decided now. ഞാൻ ഒരു കാര്യം God നിർണയിച്ചു. gonna move like never before. ദൈവം ഒരിക്കലുമില്ലാത്ത His fire gonna come within my heart. I'm gonna sit all alone. And I'm gonna say, Kartave, I'm gonna serve you, Lord. I'm gonna seek you, Lord. Church is the time. It is the time. It is the time to sit with God. To sit with God. To sit with God. To sit with God. All alone in your life.
ഒറ്റയ്ക്ക് തനിച്ചിരിക്കാം. He's going to bring you out. അതിനകത്ത് ദൈവം നിന്നെ He's going to പുറത്തെടുക്കും. bring you out. ദൈവം നിന്നെ അതിനകത്ത് Great പുറത്തെടുക്കും. and mighty. ഓ അത്ഭുതങ്ങൾ നടക്കും. Oh, blessed and anointed. ഓ അഭിഷേകവും അനുഗ്രഹവും Oh, പ്രാപിച്ചു. you're going to come as an iron pillar. ഓ നീ തിരുമ്പ് You're going to come as a bronze wall. നീ ഒരു താമ്ര മതിലായി Come on, മാറും. give glory to God. ദൈവത്തിന് സ്തുതികൾ കരയട്ടെ. A time with the Lord. ദൈവത്തോടു കൂടെ ഒരു I സമയം, sat alone. തനിച്ചിരുന്നൊരു സമയം, Isolation. ഒറ്റപ്പെട്ട Isolation. ഒറ്റപ്പെട്ട Isolation. ഒറ്റപ്പെട്ട Isolation. ഒറ്റപ്പെട്ട For the hand of God to come upon me. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വീഴേണ്ടതിന് വേണ്ടി, For the hand of God going to come upon me. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വരേണ്ടതിന് വേണ്ടി. Listen this very carefully. ഓ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കണമേ. If you're going to run all over the places, നീ കണ്ടിടത്തെല്ലാം ഓടി നടക്കുവാനാ നീ His hand തീരുമാനിക്കുന്നെങ്കിൽ cannot come upon you. ദൈവത്തിന്റെ കരം നിന്റെ മേൽ വീഴത്തില്ല. But when you take a back step, പക്ഷെ നീ ഒരു പിന്നിട്ട് ഒരു and കാൽ you സ്റ്റെപ്പ് say, എടുത്ത് 2019, I'm going to sit in the ഈ presence of God. 2019 ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ തനിച്ചിരിക്കാൻ And പോകുകയാണ്. I'm going to wait upon the presence of the living God. ദൈവത്തിന്റെ സന്നിധിയിൽ തനിച്ച് കാത്തിരിക്കാൻ And I'm പോകുകയാണ്. going to sing to His holy name. ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ ഉയർത്താൻ You're going to പോകുകയാണ്. see the hand of God coming upon your life. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ദൈവത്തിന്റെ You're കരത്തെ going to see the ദർശിക്കും. hand of God coming upon your അങ്ങനെയാണെങ്കിൽ നീ life. ദൈവത്തിന്റെ കരത്തെ What ദർശിക്കും. you need is just not a miracle. നിനക്ക് വെറും സാധാരണ What you need അനുഗ്രഹമല്ല is just not a ലഭിക്കേണ്ടത്. blessing. വെറും ഒരു സാധാരണ What you അനുഗ്രഹത്തിനല്ല need നീ is just not a ആയിരിക്കേണ്ടത്. promotion. വെറും ഒരു promotion അല്ല You നിനക്ക് need the വേണ്ടത്. hand of the നിനക്ക് ദൈവത്തിന്റെ Lord കരമാ to വേണ്ടത്. be ആമേൻ. a vessel of honor. ദൈവത്തിന്റെ മാനപാത്രമായി Come on, give മാറുവാൻ glory to God. ദൈവത്തിന് കരങ്ങൾ ഉയർത്തി Come on, give മഹത്വപ്പെടുത്തട്ടെ. glory to God. ദൈവത്തിന് Come മഹത്വപ്പെടുത്തട്ടെ. on, give glory to God. ദൈവത്തിന് മഹത്വപ്പെടുത്തട്ടെ. It's the time to be church, to be all alone. സഭയെ തനിച്ചിരിക്കുവാൻ സമയമായി. Isolation is a choice. ഒറ്റപ്പെട്ടിരിക്കുന്നത് നമ്മുടെ തന്നെ സ്വയമായിട്ടൊരു തീരുമാനമാണ്. Isolation is a choice. ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്നത് നമ്മുടെ സ്വയത്തിൽ നിന്ന് എടുക്കുന്ന God will തീരുമാനം. never force you to be isolated. ദൈവം ഒരിക്കലും നിന്നെ ഹേമിപ്പിക്കത്തില്ല. But you have to say, God, I sit alone. പക്ഷെ നീ തന്നെ കർത്താവിന്റെ അടുത്ത് പോയി പറയണം, ദൈവമേ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തനിച്ച് നിന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു. Isolation is a fight. ഓ ഒറ്റപ്പെട്ടിരിക്കുന്നത് ഒരു യുദ്ധമാണ്. Paul says, I beat my flesh ഓ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. so that I can sit alone for the hand of God to come upon me. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വരേണ്ടതിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്നു. It's a fight for your life. ഓ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു It's a യുദ്ധമാണ്. fight for your city. ഓ നിന്റെ ദേശത്തിന് It's വേണ്ടി a ഒരു fight for your യുദ്ധമാണ്. family. നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു It's a യുദ്ധമാണ്. fight for the coming ഓ generation. വരും തലമുറകൾക്ക് വേണ്ടി ഒരു It's a യുദ്ധമാണ്. fight for this country, ഈ India. രാജ്യ ഭാരതത്തിന് വേണ്ടി ഒരു It's a യുദ്ധമാണ്. fight for the world. ഈ ലോകത്തിന് വേണ്ടി ഒരു യുദ്ധം. And Jeremiah said, യെരമ്യാ പറഞ്ഞു, whole nation is running around. മുഴുവൻ രാജ്യം അവിടെ ഇവിടെ But I'm ഓടുമ്പോൾ gonna sit all ഞാൻ alone തനിച്ച് കർത്താവിനെ for the എത്തിക്കും. hand of God ദൈവത്തിന്റെ to കരത്തിന് come വേണ്ടി, upon my life. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വരേണ്ടതിന് വേണ്ടി. It's a price. അതിന് വില കൊടുക്കണം. It's a price. അതിന് വില കൊടുക്കണം. You have to pay the price. ഓ അതിന് നീ വില കൊടുത്തേ മതിയാകൂ. Isolation needs price. ഒറ്റപ്പെടൽ അതിന് വില കൊടുത്തേ മതിയാകത്തുള്ളൂ. You have to forsake your friendship. നിനക്ക് പല നിന്റെ സുഹൃത്ത് ബന്ധങ്ങളെ You have to ത്യജിക്കേണ്ടി വരും. forsake your world. നീ ലോകത്തെ ത്യജിക്കേണ്ടതായിട്ട് You have വരും. to forsake the rest of the worldly things. നീ മറ്റുള്ള ലോകപരമായിട്ടുള്ള കാര്യങ്ങളെ ത്യജിക്കേണ്ടതായിട്ട് നിനക്ക് വരും. And you have to say, God, I'm ready to pay the price. ദൈവമേ ഞാൻ വില കൊടുക്കുവാൻ തയ്യാറാണെന്ന് പറയേണ്ടി I'm വരും. sitting all alone. ദൈവമേ ഞാൻ തനിച്ച് വരികയാ. There was a time in my life എന്റെ ജീവിതത്തിൽ ഒരു when I സമയമുണ്ടായിരുന്നു. started going to the college. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ God said to me, ദൈവനോട് പറഞ്ഞു, will you sit alone? നീ എന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് My വരുമോ? friends, they used to enjoy. എന്റെ സുഹൃത്തുക്കൾ വളരെ They used to run സന്തോഷിച്ചു. here and there. എന്റെ സുഹൃത്തുക്കൾ അവിടെ ഇവിടെ God said, sit alone. ദൈവനോട് പറഞ്ഞു, നീ I'm ഒറ്റയ്ക്ക് വാ. going to use you, my son. ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുന്ന മകനെ. I went and sit alone in my church. ഞാൻ എന്റെ സഭയിൽ ഒറ്റയ്ക്ക് പോയി I ദൈവത്തിന് വേണ്ടി went and sit കാത്തിരുന്നു. alone in the church. ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോയി എന്റെ സഭയിൽ My friend കാത്തിരുന്നു. used to say, Abhishek, come, we will play. എന്റെ സുഹൃത്ത് എന്നെ വിളിക്കും, അഭിഷേകൻ നീ വാ നമുക്ക് കളിക്കാൻ പോകാം. I say, I'm going to sit all ഓ ഞാൻ alone. പറയില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ My friend ആഗ്രഹിക്കുന്നു. enjoyed. Come, let's go for the party. എന്റെ കൂട്ടുകാർ വളരെ സന്തോഷിച്ച് പാർട്ടിയിൽ പോയപ്പോൾ I sat all alone in my house. ഞാൻ എന്റെ ഭവനത്തിൽ ഒറ്റയ്ക്കിരുന്നു. God, time passed on. ഓ സമയം കുറച്ച് കഴിഞ്ഞു. The hand of God came upon me. ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം എന്റെ മേൽ God said, വന്നു. I'm going to use you, my ദൈവം പറഞ്ഞു, ഞാൻ son. നിന്നെ ഉപയോഗിക്കാൻ He പോകുന്നു.
started using me all over India. ഓ ദൈവം ഈ രാജ്യം മുഴുവൻ He ഉപയോഗിക്കാൻ started തുടങ്ങി. using me all over Asia. ഓ ഏഷ്യ മുഴുവൻ He started ഉപയോഗിക്കാൻ using me in തുടങ്ങി. Africa. ആഫ്രിക്ക He ഭൂഖണ്ഡം started ഉപയോഗിക്കാൻ using me തുടങ്ങി. in Pacific countries. പസഫിക് രാജ്യങ്ങളിൽ He started ഉപയോഗിക്കാൻ using me in തുടങ്ങി. European nations. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ He started തുടങ്ങി. using me in UK. യുകെയിൽ ഉപയോഗിക്കാൻ When തുടങ്ങി. you're gonna segregate your life, നീ ദൈവത്തിന് when വേണ്ടി you're gonna sit ഒറ്റയ്ക്കിരിക്കുമ്പോൾ, all alone, നീ ദൈവത്തിന് വേണ്ടി സന്ധ്യ come on, God തനിച്ചിരിക്കുമ്പോൾ, gonna come to you. ദൈവം നിന്റെ അടുത്ത് He gonna വരും. talk to you. ദൈവം നിന്നോട് He gonna സംസാരിക്കും. fellowship with you. ദൈവം നിന്നോട് He gonna സംസാരിക്കും. speak your word upon your ദൈവത്തിന്റെ life. വചനം നിന്നോട് He gonna ഇടപെടും. say, I have a plan for your life. ദൈവം പറയും എനിക്ക് നിന്റെ ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യമുണ്ട്. Come on, glory to God. ദൈവത്തിന് മഹത്വം കരയറ്റട്ടെ. Come on, glory to God. ദൈവത്തിന് മഹത്വം കരയറ്റട്ടെ. Are you ready to sit alone? നിങ്ങൾ തയ്യാറാണോ ഒറ്റയ്ക്ക് തനിച്ചിരിക്കുവാൻ? The Bible says ദൈവവചനം പറയുന്നു Jeremiah kept the fire. യെരമ്യാവ് ആ തീ സൂക്ഷിക്കുവാനിടയായി. He kept the fire. ആ ദൈവത്തിന്റെ അഗ്നി തന്നിൽ The whole സൂക്ഷിക്കുവാനിടയായി. nation on one side രാജ്യം മുഴുവൻ ഒരു ഭാഗത്ത് മാറി നിൽക്കുമ്പോൾ, and Jeremiah on the other side. യെരമ്യാവ് ഏകനായി മറുഭാഗത്ത് നിൽക്കുമ്പോൾ, People are full of corruption. ജനം മുഴുവൻ അശുദ്ധിയിൽ People are നിറയുമ്പോൾ, in sin. പാപത്തിൽ നിറഞ്ഞാടുമ്പോൾ, Jeremiah is having the fire for God. അന്നേരവും യെരമ്യാവിന്റെ കരത്തിൽ യഹോവയുടെ Jeremiah is അഗ്നിയായിരുന്നു. being used by the Lord. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നു. Jeremiah is seeing the hand of God upon his life. യെരമ്യാവ് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരത്തെ കാണുവന്നു. Hallelujah to the Lamb of God. ഹല്ലേലൂയ. I want to tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, the Bible says when King Nebuchadnezzar, വചനം പറയുന്നു in verse chapter 39, 31 അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് when ഇപ്രകാരം പറയുന്നു. Nebuchadnezzar came to Jerusalem and Judea, യെരൂശലേമിനെ കീഴടക്കുവാൻ വേണ്ടി നെബൂഖദ്നേസർ രാജാവ് the വന്നപ്പോൾ Bible says he said to the soldier, charge over the city. തന്റെ പടയാളികളോട് പറഞ്ഞു, ദാ ഈ പട്ടണം മുഴുവൻ നിങ്ങൾ തുരുത്തി അടക്കുക. The great and the mighty Nebuchadnezzar army came inside the city. അതിശക്തനായ രാജാവായ നെബൂഖദ്നേസറിന്റെ സൈന്യം മുഴുവൻ ആ പട്ടണത്തിൽ ഉയരുവാനിടയായി. They pulled down the walls. മതിലുകളെ തകർത്തു. They killed the people. സകല ജനത്തെയും There കൊന്നുകളഞ്ഞു. was blood all over the city. പട്ടണം മുഴുവൻ രക്തത്തിൽ കുളിച്ചു. But Nebuchadnezzar said to the commander, പക്ഷേ യുദ്ധവീരനോട് നെബൂഖദ്നേസർ രാജാവ് when you പറഞ്ഞു, will go to Israel, നിങ്ങൾ ഇസ്രായേൽ when you will പോകുമ്പോൾ, be in Jerusalem, യെരൂശലേമിൽ നിങ്ങൾ എത്തുമ്പോൾ, remember this. നിങ്ങൾ ഒരു കാര്യം Don't ഓർക്കണമേ, touch Jeremiah. യെരമ്യാവിനെ തൊടരുത്. Don't touch Jeremiah. യെരമ്യാവിനെ തൊടരുത്. Don't touch Jeremiah. യെരമ്യാവിനെ സ്പർശിക്കരുത്. He has the fire of കാരണം God. അവന്റെ അകത്ത് ദൈവത്തിന്റെ God's അഗ്നിയുണ്ട്. hand is upon him. ദൈവത്തിന്റെ കരം അവന്റെ മേലുണ്ട്. We are the servant of the God that he serves. നമ്മൾ ആ ജീവനുള്ള ദൈവത്തിന്റെ Leave ദാസന്മാരാണ്. Jeremiah. യെരമ്യാവിനെ വിട്ടേക്ക്. Destroy everybody. മറ്റുള്ള എല്ലാം നശിപ്പിക്കുക. The word says, വചനം പറയുന്നു, give him what he wants. യെരമ്യാവ് ചോദിക്കുന്നത് എന്തും Provide for him നൽകുക. what he needs. അവൻ ആവശ്യങ്ങൾ മുഴുവൻ Take നൽകുക. care of him. അവനെ കരുതുക. Because Jeremiah കാരണം യെരമ്യാവ് has the hand of അവന്റെ മേൽ God. ദൈവത്തിന്റെ കരമുണ്ട്. I want to tell you. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ. I want to tell you. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ. Enemy gonna come. ശത്രു എതിർത്തു നിനക്കെതിരെ Problems വരും. gonna come. പിശാചിനെതിരെ വരും. Challenges gonna come. വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിനെതിരെ വരും. But they are being instructed by God. പക്ഷേ ദൈവത്താൽ They are being നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. instructed by God. നിന്റെ വെല്ലുവിളികളെല്ലാം ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടതാണ്. Don't touch the church of the living ഓ God. വെല്ലുവിളികളോട് ദൈവം പറയും, ജീവനുള്ള No ദൈവസഭയെ നീ power തൊടരുത്. can touch you. ദൈവസഭയെ തൊടുന്നതിന് No കഴിയത്തില്ല. enemy can destroy ശത്രുവിന് you. ഒന്നിനെയും തകർക്കുവാൻ കഴിയത്തില്ല. We have the hand of God upon our കാരണം life. ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിന്റെ മേൽ അധിവസിക്കുന്നു. We are stronger than the government. ഈ രാജ്യം ഭരിക്കുന്ന We are ഗവൺമെന്റ് stronger than ഉന്നതമാണ്. the money. സ്തംഭത്തിനെക്കാളും We are ഉയർന്നതാണ്. stronger than the people. ജനത്തെക്കാളും Because ബലപ്പെട്ടതാണ്. God's hand is upon our കാരണം life. ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിലുണ്ട്. Kerala, are you ready കേരളമേ, നിങ്ങൾ തയ്യാറാണോ? to get the fire for the revival? ഈ ഉണർവിന്റെ അഗ്നിയെ സ്വീകരിക്കാൻ To get തയ്യാറാണോ? the fire in your revival. ഉണർവിന്റെ അഗ്നിയെ സ്വീകരിക്കാൻ So തയ്യാറാണോ? that God can raise a valley tonight. അങ്ങനെയുള്ളവരെ തയ്യാറെടുത്താട്ട് God can raise people tonight. ഇന്ന് രാത്രി നിങ്ങളെ ഉയർത്തട്ടെ. From the valley that Ezekiel saw, the valley of dead dry bone. മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് And he said, can this bone live? എസെക്കിയേൽ പ്രവചനം പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കുമോ? Ezekiel said, it's only you. എസെക്കിയേൽ പറഞ്ഞു, നിന്നെ And കൊണ്ട് the word മാത്രമേ of God കഴിയൂ. was been spoken. ദൈവവചനം അരുളി ചെയ്ത് And there കഴിഞ്ഞപ്പോൾ was a fire in the valley. ഒരു അഗ്നി It got up, hallelujah. അങ്ങനെ എഴുന്നേൽക്കുവാനിടയായി. There was a roar in the valley. ആ താഴ്വരയിൽ വലിയൊരു ശബ്ദം Because ഉയർന്നു. God sent the revival in the dead dry bones. അഗ്നി അസ്ഥി കൂമ്പാരത്തിന്റെ മേൽ ദൈവത്തിന്റെ
വചനത്തിൽ ശക്തി If അയച്ചു. God wants to send a revival, ദൈവത്തിന് ഉണർവിനെ അയക്കണമെങ്കിൽ He can use anybody and everybody. ദൈവത്തിന് ആരെയും എല്ലാവരെയും ഉപയോഗിക്കാവുന്നതാണ്. Because God is powerful. കാരണം ദൈവം അതിശക്തമായ Tonight I want ദൈവമാണ്. to ask you. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. Jeremiah ate the word of God. യെരമ്യാവ് ദൈവത്തെ വചനം ഭക്ഷിച്ചു. And he said, I'm going to stand on this word. യെരമ്യാവ് പറഞ്ഞു ഞാൻ ഈ വചനത്തിൽ And I'm നിലനിൽക്കും. going to read the word. ഞാൻ ഈ വചനം വായിക്കും. And he said, I'm going to bear the name of യെരമ്യാവ് God. പറഞ്ഞു ഞാൻ ഈ യഹോവയുടെ നാമത്തെ വഹിക്കും. Wherever I go, I'm going to give one name that is every other name, the name of Jesus. എവിടെ പോയാലും ഞാൻ ഒരേ നാമത്തെ ഉയർത്തും. യേശുവിന്റെ നാമത്തെ തന്നെ ഉയർത്തും. And I'm going to sit all alone ഞാൻ തനിച്ച് ഇരിക്കാൻ for തയ്യാറാണ്. that fire to come in my life. ഓ ഫയർ എൻ്റെ അകത്ത് വരണമെങ്കിൽ It's coming upon you. അത് നമ്മുടെ മേൽ വരട്ടെ. It's coming upon അത് നമ്മുടെ മേൽ you. വരട്ടെ. The Lord said to me yesterday, ഓ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് I want to പ്രാർത്ഥന send ചെയ്തു. the fire in this meeting. ഓ ഈ മീറ്റിംഗിൽ അഗ്നി ഞാൻ അയക്കുവാൻ This meeting താല്പര്യപ്പെടുന്നു. will see the fire. ഈ മീറ്റിംഗിൽ തന്നെ ആ ഉണർവിന്റെ അഗ്നി നിങ്ങൾ കാണും. When my people will prepare. എന്റെ ജനം അവരെ തന്നെ When my people will തയ്യാറാക്കുമ്പോൾ, prepare their heart എന്റെ ജനം അവരുടെ ഹൃദയങ്ങളെ for my തയ്യാറാക്കുമ്പോൾ, word എന്റെ വചനത്തിന് വേണ്ടി അവരുടെ For ഹൃദയത്തെ my ഒരുക്കുമ്പോൾ, name. എന്റെ നാമത്തിന് വേണ്ടി And അവരുടെ have ഹൃദയത്തെ fellowship with ഒരുക്കുമ്പോൾ, me. എന്റെ കൂടെ I'm going to send the ആയിരിക്കുമ്പോൾ, fire അപ്പോൾ ഞാൻ I'm gonna ദൈവത്തിന്റെ send അഗ്നി the അയക്കും. fire അപ്പോൾ ഉണർവിന്റെ അഗ്നി in their അയക്കും. homes, അവരുടെ in ഭവനത്തിനകത്തേക്കും, their homes, അവരുടെ to their ഭവനത്തിനകത്തേക്കും, loved ones, അവരുടെ സ്നേഹത്തിലേക്കും. says the Lord. Hallelujah. അപ്രകാരം കർത്താവ് അരുളി ചെയ്തു. Are you ready tonight? ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറാണോ? Come on, musicians, are you ready ഓ tonight? മിസ് തയ്യാറായിക്കാട്ടെ. God is sending a revival in our life, ഓ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണർവിനെ അയക്കുന്നു. and it will only happen അത് അപ്പോൾ മാത്രം സംഭവിക്കും. when you come to God. നീ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ Are you മാത്രം. ready to come to God ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറാണോ? with a call in your life? ഒരു വിളിയായി നീ തയ്യാറാണോ? God, I'm gonna sit all alone, നീ തയ്യാറാണോ പറയാൻ കർത്താവേ ഞാൻ and I'm ഒറ്റയ്ക്ക് gonna നിന്റെ സന്നിധിയിൽ ഇരിക്കാൻ gaze, and തയ്യാറാണ്. I'm gonna gaze upon your beauty. ഞാൻ അങ്ങയുടെ മനോഹരത്തെ കാണുവാൻ മാത്രം കൊതിക്കുന്നു കർത്താവേ എന്ന് പറയുവാൻ That തയ്യാറാണോ? decision gonna make you a man and a woman of God. ഈ സമയത്ത് നിന്നെ ദൈവ മനുഷ്യനായി ദൈവത്തിന്റെ ഒരു വ്യക്തിത്വമായി നിന്നെ തീർക്കുവാൻ ദൈവം That ആഗ്രഹിക്കുന്നു. decision gonna bring a great revival in your life. ഓ അത് നിന്റെ ജീവിതത്തിൽ വലിയൊരു ഉണർവ് കൊണ്ടുവരുവാനിടയാകും. I want everybody to stand on their feet now. എല്ലാവരും നിങ്ങളുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ട്. Let's worship Him. നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം. Let's worship Him. നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം. I will request the man that was leading the worship, നേരത്തെ കർത്തൃദാസൻ പാസ്റ്റർ അനിൽ അടൂർ, if you can come with your team. താങ്കൾ തങ്ങളുടെ ടീമായിട്ട് കടന്നു വന്നാട്ട്. We're gonna sing a song and we're gonna glorify. ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാൻ And പോകുന്നു. when the man is singing and worshiping God, ആ അഭിഷിക്തൻ പാട്ടുകളെ പാടി ആരാധിക്കുമ്പോൾ I want you to lift up your hands അന്നേരം നിങ്ങളുടെ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തണം. and start surrendering your heart. നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്കണം. You need not to shout. നിങ്ങൾ അതിനു വേണ്ടി അലറേണ്ട You need കാര്യമില്ല. not to shake. അതിനുവേണ്ടി നിങ്ങൾ കുലുങ്ങേണ്ട You ആവശ്യമില്ല. need not to shake. ഓ നിങ്ങൾ കുലുങ്ങേണ്ട ആവശ്യമില്ല. Surrender your heart to the Lord. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ Say, സമർപ്പിച്ചാട്ട്. God, I give my heart to you tonight. ദൈവമേ എന്റെ ഹൃദയത്തെ ഞാൻ ഇന്ന് രാത്രി നിന്റെ I കരങ്ങളിൽ want to see that സമർപ്പിക്കുന്നു. fire in my ദൈവമേ life. എന്റെ ജീവിതത്തിൽ ഞാൻ അഗ്നിയെ കാണുവാൻ I want to be താല്പര്യപ്പെടുന്നു. like Jeremiah standing all alone ദൈവമേ യിരെമ്യാവിനെ പോലെ തനിച്ചിരിക്കുവാൻ ഞാൻ for ആഗ്രഹിക്കുന്നു. your glory. അങ്ങയുടെ മഹത്വത്തിനായി Lift up your hands. ഓ കരങ്ങളെ ഉയർത്തട്ടെ. We're gonna worship നമുക്ക് God. ദൈവത്തെ ആരാധിക്കാം. We're gonna worship നമുക്ക് God. ദൈവത്തെ ആരാധിക്കാം. Fire on the altar. ഓ യാഗപീഠത്തിൽ അഗ്നി കത്തട്ടെ. There's gonna be a fire on the altar. യാഗപീഠത്തിന്മേൽ അഗ്നി വരട്ടെ. There's gonna be a fire upon your life. ഓ നിന്റെ ജീവിതത്തിൽ അഗ്നി വരട്ടെ. Those who are watching me, ഞങ്ങളെ ഇന്റർനെറ്റിൽ the കാണുന്നവരെ fire will come in your home. നിന്റെ ഭവനത്തിൽ അഗ്നി വരുന്നു. Those who are looking at me, ഞങ്ങളെ ഇപ്പോൾ ദർശിക്കുന്നവരെ God, He will send His presence in your home. നീ ആയിരിക്കുന്ന ദൈവത്തിന്റെ അഗ്നി God will അയക്കും. send His presence in your home. ദൈവ സാന്നിധ്യത്തെ നിന്റെ ഭവനത്തിൽ നിറയ്ക്കും. Prepare your heart right നീ now. ആയിരിക്കുന്ന നിന്റെ ഹൃദയത്തെ Give your heart to the Lord. നിന്റെ ഹൃദയത്തെ സമർപ്പിച്ചാട്ട്. Glory is coming. ഓ Hallelujah. ശാന്തരൗഢ. Yes, my brother, worship Him. Hallelujah. 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 Everybody. Hallelujah. 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 We're gonna worship your name. Hallelujah. Hallelujah. Lift up your hands and your voice. Hallelujah. Everybody. Hallelujah.
അങ്ങേക്കു തുല്യനായി ആരുമില്ല. Nobody else, O Lord. നീയല്ലാതെ വേറെ ദൈവമില്ല. Worship the Lord. നിൻ മുൻപിൽ മാത്രം His presence is all over this place. നീയാണ് ദൈവമേ എൽപി. എല്ലാ കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. We worship you. God, I pray for your fire. Hallelujah. Hallelujah. Lord, I worship you. I worship you. Lord, I worship you. I worship you, for your name is holy, holy is Lord. Oh, for your name is holy, holy is Lord. Lord, I worship you. Lord, I worship you. Lord, I worship. Lord, I worship you. Spirit, I worship. Lord, I worship you. Lord, I worship you. I worship you. I worship. Lord, I worship you. Lord, Holy Spirit, I worship you. I worship you. For your name is holy, holy is Lord. Oh, for your name is holy, holy is Lord. I want to tell you. I want to tell you. ഞാൻ നിങ്ങളോട് പറയട്ടെ, We have just started. നമ്മുടെ ആരംഭം മാത്രമായിട്ടുള്ളൂ. The revival has just begun. ഉണർവ് ആരംഭിച്ചു കഴിഞ്ഞു. It's gonna become much stronger. ആദ്യ ദിവസങ്ങളിൽ വളരെ ശക്തമായി You're gonna see the ഉണർവാൻ fire of God. വലിയ ഉണർവിന്റെ അഗ്നി ഇവിടെ കാണാൻ God gonna പോകുന്നു. lift you up. ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുന്നു. If you are nobody, നിങ്ങൾ ഇന്ന് ആരുമല്ലായിരിക്കാം. if you are nobody, ഇന്ന് നിങ്ങൾ ആരുമല്ലായിരിക്കാം. get ready. നിങ്ങൾ തയ്യാറാവുക. You will become somebody. നിങ്ങൾ ആരോ You വലിയവനാകാൻ will become പോകുന്നു. somebody. ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. You will become somebody. ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. Akata, Oshehere, Shaharo. Glory to God. Glory to God. Glory to God. ദൈവത്തിന് മഹത്വം. Just lift up your hands. നിങ്ങളുടെ കരങ്ങളെ സ്വർഗ്ഗത്തിലോട്ട് ഉയർത്തട്ടെ. Just close your eyes right now. കണ്ണുകളെ അടയ്ക്കട്ടെ. Receive the presence. ദൈവ സാന്നിധ്യം അനുഭവിച്ചാട്ടെ. Receive the presence. ആ ദൈവ സാന്നിധ്യം നിങ്ങൾ He's gonna speak to സ്വീകരിക്കട്ടെ. you right now. ആ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് He's സംസാരിക്കും. gonna speak to you right ആ now. സാന്നിധ്യം നിന്നോട് സംസാരിക്കാൻ പോകുന്നു. He knows what you are going through. നീ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും അവൻ അറിയാം. He knows what are your challenges. നിന്റെ വെല്ലുവിളികളെല്ലാം അവൻ അറിയാം. He knows
everything about you. നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിന് അറിയാം. But I want to tell you, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, this is what God has said to me. ഇതാണ് ദൈവം എന്നോട് സംസാരിച്ചത്. From the book of Isaiah, ഐശയ്യാ പ്രവചനത്തിൽ നിന്ന് chapter 60, 16-ാം അധ്യായത്തിൽ verse 20. 20-ാമത്തെ വചനം. Your sun will not set. ഓ നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല. Your moon will not wane. ഓ നിന്റെ ചന്ദ്രൻ Lord will be your everlasting light. ദൈവം നിന്റെ നിത്യപ്രകാശമാകും. And the days of sorrows will come to an നിന്റെ end. കഷ്ടതയുടെ ദിവസങ്ങൾ അവസാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus. Father God, പിതാവായ ദൈവമേ, I cry out to you അടിയനങ്ങയോട് നിലവിളിക്കുന്നു. as faithfully വിശ്വസ്തയോടെ in these 3 sessions. ഈ 3 സെഷനുകളിൽ God, I have shared your word faithfully. അങ്ങയുടെ ദൈവവചനം വിശ്വസ്തയോടെ പ്രഘോഷിക്കുവാനിടയായി. And I know അടിയനറിയാം your word അങ്ങയുടെ വചനം gonna work അതിവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അത്ഭുതങ്ങൾ in the life പ്രവർത്തിക്കുന്നു. of people. ജനത്തിന്റെ ജീവിതത്തിൽ They അത്ഭുതങ്ങൾ will not be the പ്രവർത്തിക്കുന്നു. same. അവരിനി വന്നതുപോലെയല്ല. They will be a new അവരൊരു creation പുതിയ സൃഷ്ടിയായി മാറാൻ പോകുന്നു. and a brand new man. ഒരു പുതിയ മനുഷ്യനായി മാറാൻ Thank you പോകുന്നു. for everything. നന്ദി കർത്താവേ, In Jesus' name. യേശുവിന്റെ നാമത്തിൽ ആമേൻ.